കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗമാണ് ജമ്മുകശ്മീരിൽ വെച്ച് നടന്നത്. കരസേന, BSF മേധാവിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കാൻ നിർദ്ദേശം നൽകി. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ NIA മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്? വിഷ്ണു, അതിർത്തി മേഖലയിലെയും ജമ്മു കാശ്മീരിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുള്ളത്. ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് ശൈത്യകാലത്തിൽ മഞ്ഞുവീഴ്ചയുടെ മറവിൽ അതിർത്തി മേഖലകളിൽ നുഴഞ്ഞുകയറ്റം ശക്തമാകാറുണ്ട്. അത്തരത്തിൽ നുഴഞ്ഞുകയറ്റം തടയുന്നതിന് കർശനമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും ഭീകരവിരുദ്ധ പോരാട്ടം ശക്തമാക്കുന്നതിനും സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ചർച്ചകൾ, അത് സംബന്ധിച്ച നിർദ്ദേശം യോഗത്തിലുണ്ടായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ വിപുലമായൊരു അവലോകന യോഗം ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് ചേരുന്നത്. അതിൽ ജമ്മുവിൽ പ്രത്യേകിച്ച് സെൻട്രൽ കശ്മീർ, ശ്രീനഗർ ഉൾപ്പെടുന്ന സെൻട്രൽ കശ്മീരിലും ജമ്മു സെക്ടറിലും ഭീകര നീക്കം കൂടുതൽ ശക്തമാവുകയും ഭീകരരുടെ സാന്നിധ്യവും ഭീകര പ്രവർത്തനവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു അടിയന്തര യോഗം ചേർന്നത് എന്ന കാര്യം കൂടിയുണ്ട്. കൂടാതെ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ന് ഡൽഹിയിൽ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ യോഗത്തിന് തൊട്ടു മുൻപാണ് അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. ജമ്മു കശ്മീരിലെ ഭീകരവിരുദ്ധ പോരാട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനും നുഴഞ്ഞുകയറ്റം തടയുന്നതിനും പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾക്കെതിരെയുള്ള പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ നേതൃത്വത്തിൽ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ ഉൾപ്പെടെയുള്ള പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇത്തരത്തിലൊരു അവലോകന യോഗം ചേർന്നിട്ടുള്ളത്. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കൂടാതെ കരസേനയുടെ മേധാവി, NIA മേധാവി, BSFന്റെ മേധാവി ദൽജീത് സിംഗ് ചൗധരി, ജമ്മു കശ്മീർ ചീഫ് സെക്രട്ടറി, ജമ്മു കശ്മീർ DGP തുടങ്ങിയിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ജമ്മു കശ്മീരിലെയും ഒപ്പം അതിർത്തി മേഖലകളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും വിശകലനവുമാണ് യോഗത്തിലുണ്ടായിട്ടുള്ളത്. അതിർത്തി മേഖലകളിൽ നടപ്പാക്കുന്ന റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും യോഗം വിലയിരുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.